അപ്പോ സ്കൂളിൽ പോകാൻ സമയം വൈകില്ലേ? എന്ന് പറഞ്ഞാ പാവാടയില്ല പോകാൻ പറ്റുമോ? ഡാ വിഷ്ണു, ഇന്നലെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ നീ. കള്ളനെ വീട്ടിനകത്ത് വരെ കയറി. ആ എന്നാലും ആരായിരിക്കും വന്നത്? ഇന്നലെ ഏത് കള്ളന അമ്മ ഇവിടെ വന്നേ? അതറിയില്ല മോളെ. എന്തായാലും നമ്മൾ അന്വേഷിക്കും. കള്ളനെ പിടിക്കണ്ടേ? പിടിക്കണം. നമ്മള് പോലീസിനോട് പറഞ്ഞ അവര് പിടിക്കും. നമുക്കേ കള്ളനെ പിടിക്കാന്നേ. അതെ, സ്വന്തമായിട്ട് മുടി കെട്ടി പോവാനുള്ള പ്രായമൊക്കെ ആയി. ഇവര് മുടി കെട്ടാനാ നടന്നു തന്നെ. ഞങ്ങളും മുടിയൊക്കെ കെട്ടും. പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അതന്നെയാ കാര്യം. അതിനാണ് നമ്മൾ എന്ത് ചെയ്താലും നല്ല വൃത്തിക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ആരും കുറ്റം പറയില്ല. ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതേ ഞങ്ങളുടെ കടയിലെ പണിയും കഴിഞ്ഞ് മുടിയും കെട്ടും ചോറും എടുത്തു വെക്കും. അപ്പൊ ശാരദാമ്മ ഒന്നും ചെയ്തു തരില്ലേ? ആ, ശാരദാമ്മയ്ക്ക് കടയിലെ പണിയൊക്കെ ഇല്ലേ? പൊന്നി, സത്യം എവിടെ? ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മോള് ബാക്കി പൊന്നി ആന്റിയോട് ചെന്ന് പറ. ചെല്ലേ. മാഡം, ആരാ മാഡം അയാൾ ആദ്യം കണ്ടത്? ഞാനാ കണ്ടത്. മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതാരാണെന്ന് അറിയാൻ പറ്റിയില്ല. മാലയും വളയൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വന്നതായിരിക്കും. സ്വർണത്തിനൊക്കെ തീ വിലയല്ലേ. കഴുത്തിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കഴുത്ത് കണ്ടിച്ചിട്ടാണെങ്കിലും അവന്മാര് കൊണ്ടുപോകും. ഒരടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ കടന്നു കളഞ്ഞു. ഇങ്ങനെ വരുന്നവന്മാരെ ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നതേ. പറയാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ വഴിയില്ലെങ്കിലേ കത്തിയെടുത്ത് കുത്തിയിട്ടാണെങ്കിൽ അവന്മാരങ്ങ് പോവും. എവിടെ അവനെ കണ്ടത്? കണ്ടത് അകത്ത് വെച്ചാ. പക്ഷെ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവൻ മതിൽ ചാടി ഓടിക്കളഞ്ഞു. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. ആഭരണങ്ങൾ ലോക്കറിൽ വെക്കുന്നതായിരിക്കും സേഫ്. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അവൻ ഈ വഴിക്ക് വരാൻ സാധ്യതയില്ല. ഒരടിയാണെങ്കിലും അത് ശരിക്കും അവനിട്ട് കൊണ്ടിട്ടുണ്ട്. രാത്രി പട്രോളിംഗ് ശക്തമാക്കാം മാഡം. ഇന്നലെ ഇവിടെ കയറിയവൻ വേറൊരിടത്തും കയറിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിസരത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. സ്ഥലത്തെ പ്രധാന താരങ്ങളൊക്കെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാം. മുഖം മൂടി വെച്ച് കക്കാനിറങ്ങുന്നവരെ പറ്റി എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി മാഡം. വാവേ, എന്തിടാ ആവേ? ഓ ഓ രാമേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. പോവാനുള്ള സമയമായി. ആ, മോളെ നോക്കാനായിട്ട് ഞാൻ ഹോട്ടലിലെ ശാന്തേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പൊന്നിയെ കൊണ്ട് എല്ലാം കൂടി നടക്കുന്നില്ല. കുഞ്ഞമ്മ പോയിട്ട് വരാട്ടോ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ. ഓ വാവേ. ഓ പപ്പി, സത്യേ, വൈകാതെ സമയത്തിന് ഇറങ്ങിക്കോണേ. ശരിയമ്മേ. കരയില്ലേ കരയില്ലേ കരയില്ലേ. അപ്പൊ ശരി സത്യാമ്മേ. അച്ഛാ. കുഞ്ഞാവൻ എന്റെ മടിയിലൊന്ന് വെച്ചേരോ? അത് കഴിഞ്ഞിട്ട് എന്റെ. അയ്യോ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. കൊച്ചിനെ പൊന്നിനെ എടുത്താൽ മതി. അങ്ങനെ കൊച്ചുകളായാലും കൊടുക്കണ്ട. ഓ രാഘവട്ട് അവരുടെ ഒരു ആഗ്രഹമല്ലേ. ഒന്ന് മടി വെച്ച് കൊടുക്കു പൊന്നി.
ആ ഞാൻ പറയാനുള്ള പറഞ്ഞ് ഇങ്ങോട്ട് ഇരുത്ത് പൊന്നു. കേട്ടില്ലേ വരുന്ന അങ്ങോട്ട് അനുഭവിച്ചോ. കുഞ്ഞാവേ ഇത് ആരുടെ മടിയിലാ ഇരിക്കുന്നേ? വാവേ ഉമ്മ. ഇനി എന്റെ മടിയിൽ ഒന്ന് ഇരുത്ത് പൊന്നിയാൻറ്റി. അയ്യോ മുള്ളി. അയ്യോ ശ്ശേ, മൊത്തം നനഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇത് സംഭവിക്കായിരുന്നു. അയ്യോ യൂണിഫോമിലൊക്കെ ആയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പൊന്നി, അവളുടെ യൂണിഫോം ഒന്ന് മാറ്റി കൊടുത്തേ. അയ്യോ സത്യമേ, ബാക്കിയുള്ള യൂണിഫോം ഒക്കെ ഞാൻ നനച്ചിട്ടിരിക്കുവായിരുന്നു. അയ്യോ അയ്യോ അപ്പൊ എന്റെ പരീക്ഷ. ശോ, പപ്പി ഇനി എന്ത് ചെയ്യും? ആ കൊച്ചിനെ എടുത്തപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. ശാന്തയാ? ദേ ശാന്താന്റി വരുന്നു. ശാന്ത എത്തിയോ? ശാലിനി പറഞ്ഞിരുന്നു വരുമെന്ന്. എന്താ സത്യമോളുടെ ഉടുപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? വാവ മുള്ളി. മോള് സത്യയുടെ യൂണിഫോം പാവാടയിൽ മൂത്രം ഒഴിച്ചു. മറ്റു യൂണിഫോം എല്ലാം നനച്ചു വെച്ചിരിക്കുക. ഇതിപ്പോ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയല്ല. അതങ്ങ് കഴിയേ പോരെ, എന്നിട്ട് നമുക്കത് തേച്ചെടുക്കാം. ദേ അവര് വന്നു. മക്കളെ പോവാം. അയ്യേ, കമലനങ്ങളാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? ഞാനല്ല, ആശാനാ. ഞാൻ കൂടെ വന്നൂന്നേ ഉള്ളൂ. വാടാ. അതെ, സത്യയുടെ പാവാടയില് വാവ മുള്ളി. അയ്യേ, അത്രയുള്ള കാര്യം. ഉണ്ണി മൂത്രം പുണ്യാഹമെന്നല്ലേ? പുണ്യാകുന്നൊക്കെ പറയും, പക്ഷെ ഇതൊട്ടോട്ട് പോകാൻ പറ്റില്ലല്ലോ. സത്യയുടെ പാവാടയൊന്ന് കഴുകി തേച്ച് ഉണക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശാന്താന്റി തേച്ചുതരാം. ഓ ആന്റി മോളുടെ ഉടുപ്പൊക്കെ മാറ്റി തരാം കേട്ടോ. അല്ല, അപ്പോ സ്കൂളിൽ പോകാൻ സമയം വൈകില്ലേ? എന്ന് പറഞ്ഞാ പാവാടയില്ല പോകാൻ പറ്റുമോ? ഡാ വിഷ്ണു, ഇന്നലെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ നീ. കള്ളനെ വീട്ടിനകത്ത് വരെ കയറി. ഏ? ആ കള്ളനോ? ആ